പുക വലിക്കുന്നോ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാൾ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നുവെച്ചാൽ അവർ മദ്യപിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഉണ്ടാവും. ആൽക്കഹോൾ നമ്മുടെ രക്തത്തിൽ മൊത്തം അലിഞ്ഞു ചേർന്ന് പ്രശ്നമാക്കുമെന്ന് വിചാരിക്കേണ്ട. ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോൾ എത്തിയ ശേഷം അത് ക്രിയേറ്റ് ചെയ്യുന്ന ഫോമാൽഡിഹൈഡ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്നതിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയാൽ പോലെ അതിനുള്ള ബയോ ഹാക്സ് ഉണ്ട്. സജി സർ, ബയോ ഹാക്കിങ്ങിനെ കുറിച്ച് ഇപ്പം എല്ലായിടത്തും ചർച്ചാ വിഷയമാണ്. സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ബയോ ഹാക്ക് വിത്തൗട്ട് ഒരു കോസ്റ്റ് ഇല്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ബയോ ഹാക്ക് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? നല്ല ചോദ്യമാണ്. നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ബയോ ഹാക്ക് എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ മനസ്സ്, ഇതിനെ 3 നിങ്ങളുടെ വരുതിയിൽ എത്തിക്കാൻ പറ്റുക, ഇതാണ് ബയോ ഹാക്കിംഗ്. അതിന് ഇന്ന് ശാസ്ത്രീയമായിട്ടുള്ള ടൂളുകൾ അവൈലബിൾ ആണ്, അതിനുള്ള ടെക്നോളജി ഉണ്ട്, ഇന്ന് അതിനുള്ള നോളജും ഉണ്ട്, മെത്തഡോളജികളും ഉണ്ട്. അതുകൊണ്ടാണ് ബയോ ഹാക്കിംഗ് ഇത്ര റിലവൻസ് വന്നത്. പല മെത്തഡോളജി ഉണ്ട്, പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങളാണ്. മിക്കവരും ചെയ്യുന്നവരാണ്, എങ്കിൽ പോലും പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, സ്ലീപ്പ് ഒരു ബയോ ഹാക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയർ വർക്ക് മുഴുവൻ നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. ഉറക്കമില്ലെങ്കിൽ റിപ്പയർ ഇല്ല, റീസ്റ്റോർ ചെയ്യാൻ പറ്റില്ല. എനർജി റീസ്റ്റോർ ചെയ്യണമെങ്കിൽ സ്ലീപ്പിൻ്റെ ആവശ്യമാണ്. ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ എന്നുള്ളതുകൊണ്ട് വലിയ പ്രസക്തിയൊന്നുമില്ല. ചില ആൾക്കാർ പറഞ്ഞാൽ 7 മണിക്കൂർ 8 മണിക്കൂർ, ഈവൻ 4 മണിക്കൂർ ഉറങ്ങിയിട്ട് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ബേസിക്കലി നമ്മുടെ സ്ലീപ്പ് ഇന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ന് നമ്മുടെ സ്മാർട്ട് വാച്ചസ് ഉണ്ട്, ഇതുപോലുള്ള സ്മാർട്ട് റിങ്സ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മളുടെ മോണിറ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ സ്ലീപ്പിനെ മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 സൈക്കിൾസ് ആയിട്ട് വരും. REM, ഡീപ്പ് സ്ലീപ്പ്, ലൈറ്റ് സ്ലീപ്പ്, അങ്ങനെ വരും. അതൊരു 4-5 സൈക്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ് സ്ലീപ്പ് നമുക്ക് കിട്ടി, ഡീപ്പ് സ്ലീപ്പ് കിട്ടി എന്ന് പറയാൻ പറ്റും. ആ കൂടി നല്ല സ്ലീപ്പിന് വേണ്ടി, നല്ല സ്ലീപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഹാക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ രാത്രിയിലെ ഭക്ഷണം ഒരു 2-3 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഉറക്കത്തിലേക്ക് അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 2 to 3 hours മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക. ഇത് വളരെ ക്രിട്ടിക്കലാണ്. അതിന് റീസൺസ് ഉണ്ട്, അതെല്ലാം ഞാൻ പറയാനായിട്ട് ഇപ്പം മുതിരുന്നില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീട്ടിലുള്ള വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബ് ലൈറ്റ് എന്നൊക്കെ പറയില്ലേ, ഈ ലൈറ്റുകൾ കഴിയാവുന്നതുള്ള അവോയ്ഡ് ചെയ്യുക. അതിന് പകരം വാം ലൈറ്റ്സ് യൂസ് ചെയ്യുക. കുറച്ചുകൂടി യെല്ലോയിഷ് ആയിട്ടുള്ള വാം ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിളാണ്. അത് നമ്മൾ ഇലക്ട്രിക് ഷോപ്പിൽ തന്നെ മാറ്റി വാങ്ങിക്കാവുന്നതല്ല. അല്ലെങ്കിൽ പുതിയ ബൾബൊക്കെ മാറുന്ന സമയത്ത് വാം ലൈറ്റ്സിൽ, പണ്ട് ഫിലമെൻ്റ് ഉള്ള ബൾബ്, അത് വാം ലൈറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പം LED വാം ലൈറ്റ്സ് കിട്ടും. വാം ലൈറ്റ്സ് ആക്കുക. അതേപോലെ നമ്മളുടെ ബെഡ്റൂമിനകത്ത് ഒരിക്കലും ബ്ലൂ കളറിലുള്ള ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. ബ്ലൂ വൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ റെറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും, കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ മൈറ്റോകോൺട്രിയ, പല സെഷനുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. മൈറ്റോകോൺട്രിയ, ഒരു സെല്ലിൽ 1000-2000 മൈറ്റോകോൺട്രിയ ഉണ്ടെങ്കിൽ നമ്മുടെ റെറ്റിനയിലും നമ്മുടെ ഹാർട്ടിലും അതേപോലെ ബ്രെയിനിലും ഒരു സെല്ലിൽ 10,000 കൂടുതൽ മൈറ്റോകോൺട്രിയ. അതുകൊണ്ടാണോ നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്? തീർച്ചയായിട്ടും, അതാണ് രണ്ടാമത് പറയാൻ വന്നത്. ഒന്ന്, ഇത്തരത്തിലുള്ള ലൈറ്റുകൾ. 2, മൊബൈൽ ഫോൺ, ഏത് സ്ക്രീനും അതിനകത്ത് വൈറ്റ് ലൈറ്റ് ആണ്. എത്രയൊക്കെ ഡിം ആക്കിയിട്ടാലും വൈറ്റ് ലൈറ്റ് ആണ്. ഒരു ½ an hour ഗ്യാപ്പ് കൊടുക്കുക. പലരും ഇതിങ്ങനെ നോക്കിയാണ് ഉറങ്ങിപ്പോകുന്നത്. അത് ഉറക്കമല്ല, ശരിക്കും നിങ്ങളുടെ കണ്ണുകൾ ക്ഷീണിക്കുന്നതാണ്. അതുകൊണ്ട് ഉറക്കമൊന്നും കിട്ടില്ല. ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ½ an hour മിനിമം ഗ്യാപ്പ് നമ്മൾക്ക് ഈ പറയുന്ന സ്ക്രീൻ ടൈമുമായിട്ട് കിട്ടണം. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് രോഗം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. നമ്മളൊരു അരമണിക്കൂർ മുമ്പ് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടമാനം വെള്ളം ചെല്ലു കുടിക്കും രാത്രിയിൽ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഉറക്കം ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. കാരണം അവർ ടോയ്ലറ്റിലേക്ക് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഒപ്റ്റിമം ലെവൽ വാട്ടർ കൺസംഷൻ നമ്മൾ എൻഷുർ ചെയ്യുക. ഇതുപോലുള്ള ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഞാനതുകൊണ്ട് എല്ലാവരും പറയാറുള്ളൊരു കാര്യം, നിങ്ങളുടെ നാളെ തീരുമാനിക്കപ്പെടുന്നത് ഇന്ന് വൈകുന്നേരമാണ്. ഇന്ന് വൈകുന്നേരം നിങ്ങൾ എങ്ങനെ ചിട്ടപ്പെടുന്നോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ നാളെ. കാരണം ഇന്ന് വൈകുന്നേരം നിങ്ങൾ ചിട്ടപ്പെടുന്നതനുസരിച്ചാണ് നിങ്ങളുടെ ഉറക്കത്തിനനുസരിച്ചിരിക്കും നിങ്ങളുടെ നാളത്തെ പെർഫോമൻസ്. അപ്പോൾ ഒരു ബയോ ഹാക്ക് നല്ല ക്വാളിറ്റി സ്ലീപ്പാണ്. എപ്പോൾ ഉറങ്ങണം, ഏത് സമയത്ത് ഉറങ്ങുന്നതാണ് നല്ലത്, ഒക്കെ ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്. ഇപ്പം പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർ 12 മണിക്ക് ഉറങ്ങുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നല്ല സ്ലീപ്പ് കിട്ടുന്നത്. 12 മുതൽ 6 വരെ ആയിരിക്കാം. ആവറേജ് കണക്കുകൾ പറയുന്നത് നല്ല ആരോഗ്യപരമായ ഉറക്കം ഉള്ള ആൾക്കാരിൽ ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 6.5 മണിക്കൂർ എന്നാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് 7 ആയിരിക്കും, ചില ആൾക്കാർ അതുകൊണ്ട് ലോകമൊന്നും ഇടിഞ്ഞില്ല. 9 മണിക്കൂർ കൂടുതൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ രോഗിയായിരിക്കും. അത് വളരെ ക്ലിയർ. അത് തീർച്ചയായിട്ടും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗുഡ് സ്ലീപ്പ്. 2, ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുക. എർത്തിങ്, ഗ്രൗണ്ടിങ് എന്നൊക്കെയാണ് ബയോ ഹാക്കിങ്ങിൽ ഇതിന് പറയുന്ന പദം. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ, ഞാനിത് പറയുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്കാർ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്നാണ് ലാസ്റ്റ് നമ്മളുടെ കാല് അല്ലെങ്കിൽ ശരീരം ഭൂമിയിൽ സ്പർശിച്ചത്? പ്രത്യേകിച്ചും മെട്രോയിലോ അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും, ഇന്ന് ഞാൻ ദുബായിലൊക്കെ പറയുമ്പോൾ അപ്പോഴാണ് ചില ആലോചിച്ചിട്ട്, ശരിയാണ്, 1 വർഷമായിട്ടുണ്ടാവും ഭൂമിയെ തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. എല്ലാം ടൈലാക്കിയല്ലോ. എല്ലാം ടൈലാക്കി.
മണ്ണ് അല്ലെങ്കിൽ ബീച്ച് അല്ലെങ്കിൽ നമ്മളുടെ ലോണ്. ചില ആൾക്കാർ പറയും വീട്ടിൽ ഞാൻ ചെരുപ്പിട്ടല്ല നടക്കുന്നത്, പക്ഷെ വീട്ടിൽ വിട്രിഫൈഡ് ടൈൽസ് ആണ്, അതുകൊണ്ടും പ്രയോജനമില്ല. സോ ബേസിക്കലി നമ്മളുടെ കാരണം നമ്മുടെ ശരീരത്തിൽ ഇത്ര 60-70 ട്രില്യൺ കോശങ്ങളുണ്ടെന്ന് പറയുന്നു. ഇത് ഓരോന്നും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് നമ്മളുടെ എർത്ത് എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കണക്റ്റഡ് അല്ലാതെ എത്ര നാൾ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും? നമ്മുടെ വീട്ടിലൊരു ഒരു ഒരു റെഫ്രിജറേറ്റർ ഉണ്ടെങ്കിൽ, ഒരു എന്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഉണ്ടെങ്കിലും എർത്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരം വലിയൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് യാതൊരു എർത്തിങ്ങും ഇല്ലെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പർപ്പസ്ഫുൾ ആയിട്ട് എല്ലാ ദിവസവും മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ചെരുപ്പിടാതെ മണ്ണിലൂടെ, എൻ്റെ ഭാഗ്യത്തിന് ദൈവം അനുഗ്രഹിച്ച് വീടിൻ്റെ മുമ്പിൽ ഒരു ലോണുണ്ട്, അതിൽ കൂടെ ഞാൻ നടക്കും. അതില്ലാത്ത ആൾക്കാരുണ്ടാവും, അപ്പാർട്ട്മെൻറ്റ് ജീവിക്കുന്നവരുണ്ടാവും, എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തണം. ഞാൻ ദുബായിലൊക്കെ ഉള്ള ആൾക്കാരോട് പറയും, നിങ്ങൾ ചിലപ്പം ഒരു മോളിൽ വന്ന് സാധനം വാങ്ങാൻ ഇറങ്ങുന്ന സമയത്ത് കാർ ഇട്ട ശേഷം ആ മോള് വരെയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലത്ത് പുല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആ ചെരുപ്പ് കൈ പിടിച്ചുകൊണ്ടൊന്ന് നടന്നോളുക. ആൾക്കാർ വിചാരിക്കും ഇത്തിരി ഭൂമിയുമായിട്ട് സ്പർശനം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ബ്രത്തിനെ കുറിച്ച് കോൺഷ്യസ് ആവുക. അതും വലിയൊരു ബയോ ഹാക്കാണ്. പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. ബ്രത്ത് വർക്ക് എന്ന് പറയുന്നത് $multi-billion ഇൻഡസ്ട്രിയാണ്. അതായത് നമ്മളുടെ ശ്വാസത്തെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആവുക. കോൺഷ്യസ് ആവുക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും കോൺഷ്യസ് ആയിട്ട് ശ്വാസം നമ്മൾ വലിക്കുകയും പുറത്തേക്ക് വിടുകയും അകത്തേക്ക് എടുക്കുകയും ചെയ്യുക. കാരണം നമ്മളിങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണല്ലോ ഇത്, അല്ലേ? അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ആക്സസ് കിട്ടുന്ന ഒരേ ഒരു പോയിന്റാണ് ബ്രത്ത്. അത്രയൊന്നും പോയില്ലെങ്കിലും, അങ്ങനെ വലിയ സയൻസിലേക്കൊന്നും പോയില്ല, അത്ര വലിയ കോംപ്ലിക്കേഷനൊക്കെ ചിന്തിക്കുമ്പോഴാണ് ആൾക്കാർ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ശ്വാസം അകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് 2 പാർട്ടുണ്ട്. ഒന്ന് സിമ്പത്തറ്റിക്, മറ്റൊന്ന് പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ ആക്ടിവേഷൻ, പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ റിലാക്സേഷൻ. സിമ്പിൾ. നമ്മുടെ ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ സിമ്പത്തറ്റിക് ആക്ടിവേറ്റഡ് ആവും, ശ്വാസം പുറത്തേക്ക് വിടും പാരാസിമ്പത്തറ്റിക്. അതാണ് പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ റിലാക്സേഷനാണ്. അതാണ് ഇപ്പോൾ വൈകുന്നേരം വീട്ടിൽ കുട്ടി വരാൻ ലേറ്റ് ആവുന്നു, എന്താണെന്നറിയില്ല, 4 മണിക്ക് വരേണ്ടതാണ്, കാണുന്നില്ല, 4:05 ആയി, 5:30 ടെൻഷനായി, നമ്മൾ ടെൻഷൻ കയറുന്നു. ആ സമയത്ത് ഒരു കോൾ വരികയാണ്, ഹേയ് അനുഭവം പേടിക്കേണ്ട ആവശ്യമില്ല, മോള് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ വരുന്ന വഴി അങ്ങ് കൊണ്ടിരുന്നുണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ട് വിളിക്കുന്ന സമയത്ത് ഇതാണ്. അതെന്താ? അത് എക്സലേഷനാണ്. എക്സലേഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രെയിൻ റിലാക്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴൊക്കെ ബ്രെയിൻ റിലാക്സ് ചെയ്യിക്കണോ അപ്പോഴൊക്കെ നമുക്ക് എക്സേൽ ചെയ്താൽ മതി. കൂടുതൽ സമയമെടുത്ത് എക്സൈൽ ചെയ്യുക. എത്ര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോഴും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സപ്പോസ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു, ജോബ് ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരു സമയമാണെങ്കിലും കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് അകത്തോട്ട് ഇൻഹേൽ ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, എക്സൈൽ ചെയ്യുക. ഒരു 4 സെക്കൻഡ് കൊണ്ടാണ് അകത്തേക്ക് ഇൻഹേൽ ചെയ്യുന്നതെങ്കിൽ 6 സെക്കൻഡ് 8 സെക്കൻഡ് കൊണ്ട് എക്സൈൽ ചെയ്യുക. അപ്പോൾ ബേസിക്കലി നമ്മുടെ എപ്പോഴും പാരാസിമ്പത്തറ്റിക് കുറേ കൂടി ആക്ടിവേറ്റഡ് ആയിരിക്കും. മനുഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സയൻറ്റിഫിക് ലാംഗ്വേജ് പറഞ്ഞാൽ ദേ ഹാവ് എ കണ്ടിന്യൂസ്ലി ആക്ടിവേറ്റഡ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. പക്ഷേ ഈ സ്ട്രെസ് റിലീസിന് ഇപ്പോൾ ആൾക്കാർ മദ്യപാനവും പുകവലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊരു ആഡ്വേഴ്സ് ഇഫക്റ്റ് അല്ലേ ഈ ബയോ ഹാക്കിങ്ങിന്? അല്ല, ബയോ ഹാക്കിങ്ങിന് ആഡ്വേഴ്സ് ഇഫക്റ്റ് ആവുന്നത് പുകവലിയൊക്കെ ഇതിനെ ബാധിക്കില്ല? അല്ല, പുകവലിക്കുന്ന ബയോ ഹാക്കിംഗ് അല്ലല്ലോ, അത് ഡാമേജ് ചെയ്യാനായിട്ട്. പുകവലിക്കുന്നോ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാളെ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നുവെച്ചാൽ അവർ മദ്യപിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തും നമ്മൾ ഏത് ശീലങ്ങളാണെന്നുണ്ടെങ്കിലും ആ ശീലങ്ങൾ കൊണ്ടു നടക്കണം താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനുള്ള സൊല്യൂഷനൊക്കെ ഉണ്ട്. ഇപ്പം അതിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്നു, ഒരാൾക്കത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഈ ആൽക്കഹോൾ ശരീരത്തിൽ ചെന്നിട്ട് ആൽക്കഹോൾ നമ്മുടെ രക്തത്തിൽ മൊത്തം അലിഞ്ഞു ചേർന്ന് പ്രശ്നമാക്കുവാന്ന് വിചാരിക്കേണ്ട. ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോൾ എത്തിയ ശേഷം അത് ക്രിയേറ്റ് ചെയ്യുന്ന ഫോമാൽഡിഹൈഡ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്നതിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയാൽ പോലെ അതിനുള്ള ബയോഹാക്സ് ഉണ്ട്.